ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വിശേഷം ജംബോട്ടിക്കാബയാണ് കേട്ടോ. ഈ ജംബോട്ടിക്കാബ നമ്മൾ നട്ടിട്ട് ഏകദേശം 3 വർഷം ആയിട്ടുണ്ട്. ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങി നട്ടതാണ്. നഴ്സറിയിൽ നിന്ന് വാങ്ങി നടുമ്പോൾ ഏകദേശം ഒരടി പൊക്കം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ഈ വർഷമാണ് കേട്ടോ ഇത് ആദ്യമായിട്ട് കായ്ച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഒരുവിധം നല്ല വലിയ കായ്കളാണ്. ജംബോട്ടിക്കാബയ്ക്ക് മലയാളത്തിൽ എന്താ പറയുക, മരമുന്തിരി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ 4, 5 ഇവിടെ ഒരെണ്ണം കിടക്കണ്ട കേട്ടോ. ഇത് കണ്ടോ, ഇത് ഇത്തിരി ബ്ലാക്ക് കളർ ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 2-3 ദിവസം മുമ്പ് നോക്കിയപ്പോൾ ഒരു 3 എണ്ണം ഒരുമാതിരി പഴുത്ത് വന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അതൊന്നും കാണുന്നില്ല. അതൊക്കെ കിളികൾ കൊണ്ടുപോയി എന്ന് തോന്നുന്നുണ്ട്. ഞാൻ പിന്നെ അതിൻ്റെ കാര്യം മറന്നുപോയി പറിക്കാനായിട്ട്, അതാ പറ്റി. അപ്പോൾ എന്തായാലും ഇതെങ്കിലും ഓർക്കണം പഴുത്ത് വരുമ്പോൾ പറിക്കാനായിട്ട്. ഇത് കണ്ടോ, ഒരെണ്ണം ബ്ലാക്ക് കളറായിട്ട് കിടക്കണുണ്ട്. ഒരുമാതിരി പഴുത്ത് തുടങ്ങിയിട്ടുണ്ടത്. അങ്ങനെ അപ്പോൾ ഇത് വലിയ തരം ആണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ, അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് ഇതിന്. ഇത് പക്ഷേ ഏതിനം ആണെന്ന് നമുക്ക് ഓർമ്മയില്ല. വാങ്ങിയപ്പോൾ അവരെന്തോ ഒരു പേരൊക്കെ പറഞ്ഞിരുന്നു, സ്കാർലറ്റോ അങ്ങനെയൊക്കെ, എസ്കാർലറ്റ് അങ്ങനെയൊക്കെ പല ഇനം ജംബോട്ടിക്കാബകളുണ്ട്. നമ്മുടെ ജംബോട്ടിക്കാബ പഴുത്ത് തുടങ്ങിയിട്ടോ. ഒരെണ്ണം പഴുത്ത് കിടക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട്, അടിയിലുണ്ട് ഒരെണ്ണം പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരെണ്ണം ഞാൻ പറിച്ചെടുത്തു കേട്ടോ. ഇതിനേക്കാളും വലുതാകുന്നുണ്ട് ഇപ്പം ഈ മരത്തിൽ ഉണ്ടായേക്കുന്നത്. ഇത് ഏതിനം ആണെന്ന് നമുക്ക് അറിയുന്നില്ല. ഇത് വാങ്ങിയ സമയത്ത് അവരെന്തോ പേരൊക്കെ പറഞ്ഞിരുന്നു. ജംബോട്ടിക്കാബ ഒത്തിരി ഇനം ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇനി ഇത് കഴിച്ചൊന്ന് നോക്കട്ടെ കേട്ടോ, എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. ശരിക്കും നമ്മുടെ മുന്തിരിങ്ങയുടെ അതേ ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ തൊലിയും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഡ്രമ്മിൽ വെച്ച കാരണം ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് തന്നെ കായ്ച്ചത്. അതേസമയം ഇതേ പ്രായത്തിലുള്ള ഒരെണ്ണം ഞങ്ങൾ താഴെ വെച്ചിട്ടുണ്ട്. അതിന്മേൽ ഇതുവരെയും കായൊന്നും ആയിട്ടില്ല. പതിയെ കായ്ക്കുമായിരിക്കും. ഈ ഡ്രമ്മിൽ വെക്കുന്നതാണ് പെട്ടെന്ന് കായ്ക്കുക എന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ വേരുകൾക്ക് ഒത്തിരി ഒന്നും സഞ്ചരിക്കേണ്ടി വരില്ലല്ലോ. അപ്പോൾ കിട്ടുന്ന വളമൊക്കെ വലിച്ച് അങ്ങനെ പെട്ടെന്ന് കായ്ക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലില്ലാത്തവരൊക്കെ ഒരു ജംബോട്ടിക്കാബ നടന്നത് നന്നായിരിക്കും കേട്ടോ. മുന്തിരിങ്ങയുടെ അതേ ടേസ്റ്റാണിതിന്. നമുക്കിപ്പോൾ ഈ മുന്തിരിയൊന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണല്ലോ. നിറയെ കെമിക്കൽ അടിച്ചല്ലേ ഈ മുന്തിരിയൊക്കെ വരുന്നത്. അപ്പോൾ അതിനൊരു പകരക്കാരൻ ആയിട്ട് നമുക്ക് ഈ ജംബോട്ടിക്കാബയെ കഴിക്കാം. ഇത് ജ്യൂസ് അടിക്കാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ജാൻസീസ് ഹോം ടിപ്സിൻ്റെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ജാൻസീസ് ഹോം ടിപ്സ്.